ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എക്സാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ IAS, IPS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് എന്നുള്ള ഒരുപാട് കോവിറ്റഡ് പ്രസ്റ്റീജിയസ് സർവീസിന് വേണ്ടിയിട്ട് UPSC നടത്തുന്ന ആ എക്സാം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മോട്ടിവേഷണൽ ക്ലാസ് ഇതാവാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമുണ്ടായതുകൊണ്ട് ഞാൻ നേരിട്ട് സിലബസിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വിത്തിൻ മൈ ലിമിറ്റഡ് ടൈം ഫ്രെയിം ഇൻഷാല്ലാ. സിവിൽ സർവീസ് എക്സാമിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നത് ഇന്റർവ്യൂവിനെ പറ്റിയിട്ടാണ്. പിന്നീട് എല്ലാവരും പറയും പ്രിലിംസിനെ പറ്റിയിട്ട് പറയും. ആരും പറയൂല സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫേസ് മെയിൻ റിട്ടൺ. 1750 മാർക്കിന്റെ റിട്ടൺ എക്സാം മെയിൻ എക്സാമിനേഷനിലെ റിട്ടൺ പാർട്ട് അതാണ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്. നമ്മളെപ്പോഴും ആ വിഷയം മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പറയുന്ന പോലെയുള്ള ആ ഒരു ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിലിംസിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നത് തന്നെ മെയിൻ എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. മെയിൻ എക്സാമിനേഷൻ ജനറൽ സ്റ്റഡീസ് 4 പേപ്പറുകളുണ്ട് മെയിൻ എക്സാമിനേഷനിൽ. അപ്പൊ ഞാൻ ആ 4 പേപ്പറുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. 250 മാർക്കിന്റെ റിട്ടൺ ആണ് മെയിൻ എക്സാമിനേഷൻ. റിട്ടണിനെ പറ്റിയിട്ടാണ് 250 മാർക്കിന്റെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, 250 മാർക്കിന്റെ GS പേപ്പർ 2, 250 മാർക്കിന്റെ GS പേപ്പർ 3, 250 മാർക്കിന്റെ GS പേപ്പർ 4, അങ്ങനെ 1000 മാർക്കിനുള്ള ജനറൽ സ്റ്റഡീസ് പേപ്പറുകൾ. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൽ അടങ്ങിയ ടോപ്പിക്സ് എനിക്ക് ഉറപ്പാണ് ഈ ടോപ്പിക്സ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നൂല. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൽ അടങ്ങിയ ടോപ്പിക്സ് ഒന്ന് ഹിസ്റ്ററിയിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ആർട്ട് ആൻഡ് കൾച്ചർ, യു ഹാവ് റെഡ് അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അങ്ങനെ ഒരുപാട് ടിൽ വേൾഡ് ഹിസ്റ്ററി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെൻഷനിങ് ആണ് സിലബസിലുള്ളത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള മെൻഷനിങ് ആണ് സിലബസിൽ എന്ന് പറയാൻ കാര്യം 2013 വന്നൊരു പാറ്റേൺ ചേഞ്ച് ആണത്. അപ്പൊ അതിനുശേഷമുള്ള എല്ലാ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും സിലബസ് സ്പെസിഫിക് ആയിട്ടാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. അല്ലാണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേൾഡ് ഹിസ്റ്ററി ഒരു ഹിസ്റ്റോറിയൻ പഠിക്കുന്ന പോലെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരു സിലബസ് ഉണ്ട്. And the syllabus is an indicator, is a reminder, reminding you there is a limit beyond which you should not go. Now that is our challenge actually. അതായത് നിങ്ങളോട് പറഞ്ഞു തരിക ഈ ഒരു ലിമിറ്റ് ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോവല്ലേ എന്ന്. ഒരു +2 വരെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് റിഗാർഡിംഗ് ഓൾ ദി ജനറൽ സ്റ്റഡീസ് ടോപ്പിക്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. യു നീഡ് ബിക്കം എ സബ്ജക്ട് എക്സ്പേർട്ട്. നേരെ മറിച്ച് ഈ സിലബസിൽ പല ടോപ്പിക്സും ഉണ്ട്. ആ ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പോഷർ, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇൻഷാല്ലാ. അതേപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ സോഷ്യോളജിയുടെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇങ്ങനെ 250 മാർക്കിന് വേണ്ടി ഈ 3 ടോപ്പിക്സും പഠിക്കണം. ജോഗ്രഫി, ഹിസ്റ്ററി, സോഷ്യോളജി ഒക്കെ ഒരു മാക്സിമം +2 ലെവൽ വരെയുള്ള, ഇന്ത്യൻ സൊസൈറ്റി, ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ്സിലെ NCERT, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. You don't have to become another Amartya Sen to understand economics. You don't have to become another Ramahuja regarding sociology. You just be yourself. You just become an aspirant, and there is a syllabus helping you out. അതിനെ നിങ്ങൾ മനസ്സിലാക്കാത്തതേ വേണ്ടുള്ളൂ. 250 മാർക്കിന്റെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 അതിൽ 4 ടോപ്പിക്സ് ഉണ്ട്. ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസ്, നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ സിവിക്സ് ആണ്. പാർലമെന്റും പ്രസിഡന്റും മണി ബില്ലും ഒക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസ്. വേറൊരു ഏരിയയാണ് ഇന്റർനാഷണൽ റിലേഷൻസ്, വേറൊരു ഏരിയയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, 4ാമത്തെ ഏരിയയാണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്. ഞാൻ ഈ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് എന്ന് തുടങ്ങാം. നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ഇഷ്യൂസ് റിഗാർഡിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് അവർ കൺട്രി, റിഗാർഡിംഗ് പോവർട്ടി, ഹങ്കർ, malnutrition, sanitation, urbanization, rural development, women issues, child issues, ഇങ്ങനെ ഹൗസിംഗ്, ഇങ്ങനെ ഒരുപാട് ജനജീവിതത്തിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ന്യൂസ് പേപ്പറിലും മാഗസിനിലും വായിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ സിവിൽ സർവീസിന്റെ മെയിൻ എക്സാമിനേഷന്റെ സിലബസിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടാത്ത ഏതെങ്കിലും വലിയ ലൈബ്രറിയിൽ ഏതെങ്കിലും പുസ്തകം വായിക്കുക, അതിന് റെഫർ ചെയ്യുക എന്നുള്ളതല്ല. വാട്ട് ഈസ് ജസ്റ്റ് തിങ്സ് അറൌണ്ട് യു, that is civil service examination. And how am I going to prove that? I'm just going to discuss the syllabus and within time frame a few questions. അത്രേ ഉള്ളൂ. അതേപോലെ വേറൊരു ഏരിയയാണ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ഇന്ത്യ. അതാണ് സിലബസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ IASന് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് IAS എന്ന് തന്നെ പറഞ്ഞിട്ട്, IAS മാത്രമല്ല ബാക്കിയുള്ള ഒരുപാട് സർവീസുകൾ ഇതിലുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ്,
ആ ആസ്പിരന്റ് ഒരുപാട് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുകയല്ല വേണ്ടത്. ബിക്കോസ് സിലബസ് ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സ്. വളരെ സ്പെസിഫിക് ആണ് സിലബസ്. കാരണം UPSC is bothered about how you are going to do as an officer regarding India's relation with her neighbors. India, Afghanistan, India, Nepal, India, Myanmar, India, Sri Lanka, India, Pakistan. ഇന്ത്യയുടെ നെയ്ബേഴ്സുമായി ബന്ധപ്പെട്ട റിലേഷൻസ്, ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ UPSC. അല്ലാണ്ട് നമ്മളെ കണ്ണിൽ കാണുന്ന, നമ്മൾ ന്യൂസ് പേപ്പറിൽ നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഇൻഡോ US, ഇൻഡോ UK അങ്ങനെയല്ല. UPSC is very much specific to India neighbors. അതേപോലെ തന്നെയാണ് UPSC ചോദ്യങ്ങൾ ചോദിക്കുന്നതും. അതേപോലെ വേറൊരു വിഷയമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് UPSCന്റെ ചോദ്യങ്ങൾ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടാണ് UPSC ചോദിക്കുക. പിന്നെ സിവിൽ സർവീസ് എക്സാമിനേഷനിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പരീക്ഷകളിലും നിങ്ങൾ ഒരുപാട് ഫാക്ട്സ് കാണാതെ പഠിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പഠിക്കേണ്ടി വരും. ഒരുപാട് രാജ്യങ്ങളിൽ യുണൈറ്റഡ് നേഷൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. ഏത് സ്ഥലത്താണോ ഏറ്റവും കൂടുതൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ജനീവയിലാണ്. അങ്ങനെ ജനീവയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ മൈഗ്രേഷൻ, ഇന്റർനാഷണൽ എയർ ട്രാഫിക് അസോസിയേഷൻ, ഒരുപാട് ഓർഗനൈസേഷൻസ് എവിടെയുണ്ട്? ജനീവയിലുണ്ട്. UPSC is not worried about these facts. UPSC is not even worried about the facts like എന്താ പറയാ, സ്വിറ്റ്സർലാൻഡ് ഒരു അംഗമല്ലായിരുന്നു ടിൽ ഏർലി 2000 യുണൈറ്റഡ് നേഷൻസിൽ. എന്നിട്ടും ഒരുപാട് വർഷങ്ങൾ സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവയിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. സ്വിറ്റ്സർലാൻഡ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് യൂറോപ്യൻ യൂണിയൻ. എന്നിട്ടും ഒരു ആവറേജ് സിറ്റിസന് യൂറോപ്യൻ എക്കണോമിക് ഫോറത്തിന്റെ ഭാഗമാണ്. യൂറോപ്പിൽ ഫ്രീ ട്രേഡ് ഉണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും ഫാക്ട്സ് ഈ UPSC ചോദിക്കാത്തത് എന്ന് പറഞ്ഞാൽ UPSC ഈസ് മോർ വറീഡ് അബൌട്ട് വൈ ജനീവ. ഇപ്പൊ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയാണ്, ജനീവ എന്ന് സ്വിറ്റ്സർലാൻഡ് ഈസ് മെയിൻറ്റെയിനിങ് എ സ്ട്രിക്ട് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. അതാണ് കാരണം. അവർ വേറെ രാജ്യത്തിന്റെ വിഷയങ്ങളിലേക്കൊന്നും വെറുതെ കയറി തലയിടാറില്ല. അതുകൊണ്ട് തന്നെ ഓരോ വിഷയവും കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, അതിന്റെ കാരണങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ സിലബസ് ഈസ് ബ്രിങ്ങിങ് അബൌട്ട് എ ക്വാളിറ്റി എമംഗ്സ് ആസ്പിറൻസ്, നോട്ട് ജസ്റ്റ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് യു ഷുഡ് ബി ആഫ്റ്റർ ക്വാളിറ്റി. യു ഷുഡ് ബി ബിഹൈൻഡ് ദ റീസൺസ് ബിഹൈൻഡ് ദീസ് ഫാക്ട്സ്. അപ്പോ 4 ടോപ്പിക്കുള്ള ഒന്നാണ് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഡെവലപ്മെന്റ് ഇഷ്യൂസ്, വാട്ട് എവർ യു റീഡ് ഇൻ യുവർ ന്യൂസ് പേപ്പർ. ഉറപ്പാണ് ഈ വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല. മെയിൻ എക്സാമിനേഷൻ 1750 മാർക്കിന്റെ അതിലെ 3ാമത്തെ GS പേപ്പറാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3. അതിലടങ്ങിയ ടോപ്പിക്സ് ആണ് എക്കണോമി, ഇന്ത്യൻ എക്കോണമി, അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എൻവയോൺമെന്റ്. ഈ ടോപ്പിക്കുകൾ പോലും സിലബസ് വളരെ സ്പെസിഫിക് ആയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. യു നീഡിൻ ഗോ ബിഹൈൻഡ് എ ലിമിറ്റ്. അത് മെൻഷൻ ചെയ്യാൻ വേണ്ടി സിലബസ് പറയുന്നുണ്ട് നോ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ. പ്രത്യേകിച്ച് എൻവയോൺമെന്റ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊരു എൻവയോൺമെന്റലിസ്റ്റ് ആവുകയൊന്നും വേണ്ട. പക്ഷെ യു ഷുഡ് ബി അവെയർ ഓഫ് ദ എൻവയോൺമെന്റ്. യു ഷുഡ് ബി അവെയർ ഓഫ് ദ പ്രോബ്ലംസ് റിഗാർഡിംഗ് ദ എൻവയോൺമെന്റ്. ദാറ്റ് അവെയർനെസ് ലെവൽ ഈസ് റിക്വയർഡ് ഫോർ ദിസ് എക്സാം. ഇപ്പോ എക്കണോമി പറയുന്ന സിലബസ് പോലും നിങ്ങൾ നോക്കണം. കാരണം നിങ്ങളാണ് ആസ്പിറൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കണം. ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞിടത്ത് പോലും സിലബസ് IAS പരീക്ഷന്റെ മെയിൻ എക്സാമിനേഷന്റെ സിലബസിൽ വ്യക്തമായി പറഞ്ഞ ടോപ്പിക്സ് എന്താണ്? PDS സിസ്റ്റം, അതുപോലുള്ള ടോപ്പിക്സ് ആണ്. PDS എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മളെ റേഷൻ കട, സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അല്ലാണ്ട് എക്കണോമി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ലിബറൽ പോളിസീസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയൊരു സംഭവമായിട്ട് ഇന്ത്യൻ എക്കോണമിയെ കണ്ട കാര്യമൊന്നുമില്ല. വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് എക്കോണമി, വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് Indian economy, the growth economy that you need to know regarding the development of an average citizen, the common citizen, that is required for this exam. This is civil service examination for you, GS paper 3. അതേപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ജനറൽ സ്റ്റഡീസ് പേപ്പറാണ് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. 2013 ആഡ് ചെയ്ത പുതിയൊരു ടോപ്പിക്കാണ് എത്തിക്സ് പേപ്പർ. ആ ഒരു പേപ്പറിന്റെ ഒരു ഭംഗി എന്താന്ന് പറഞ്ഞാൽ 125 മാർക്കിന് കേസ് സ്റ്റഡീസ് ഉണ്ട്. ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് നിങ്ങൾ അത് എഴുതണം. കാരണം നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അറിയാം നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അറിയാം. ആ പ്രശ്നത്തിന് എന്തെല്ലാം പരിഹാരങ്ങളാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ എഴുതണം. യു ഹാവ് ടു റൈറ്റ്. ദാറ്റ് ഈസ് വൈ ഐ സ്റ്റാർട്ടഡ് ഫ്രം ദയർ. അല്ലാണ്ട് സിവിൽ സർവീസ് നോട്ട് അബൌട്ട് റീഡിംഗ് ഓൺലി, ഇറ്റ്സ് അബൌട്ട് റൈറ്റിംഗ് ഓൾസോ. ഇൻഫാക്ട് റൈറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതുകൊണ്ടാണ് കുട്ടികളെ നിങ്ങളുടെ ആസ്പിറൻസിനോട് പറയുന്നത് ദിസ് ഇസ് ദ ടൈം ഇൻ യുവർ ലൈഫ് ദാറ്റ് യു ഹാവ് ടു വർക്ക് ഹാർഡ് ഓൺ യുവർ റൈറ്റിംഗ് സ്കിൽ.
സിവിൽ സർവീസിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത് വായിക്കുക എന്ന് മാത്രമാണ്. പക്ഷേ എഴുതുക എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. കാരണം 1750 മാർക്കിന്റെ മെയിൻ എക്സാമിനേഷനാണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളായ ഗേൾ എഡ്യൂക്കേഷൻ, വിമൻ ഇഷ്യൂസ്, അതേപോലെ തന്നെ മോബ് വയലൻസ്, കാസ്റ്റ്, കമ്മ്യൂണൽ പ്രിജുഡൈസ്, കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള 2-3 വർഷങ്ങളായിട്ടുള്ള UPSCന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ ഈ ഇഷ്യൂസ്, രാജ്യത്തെ ബാധിക്കുന്ന ഇഷ്യൂസ് ആണ് യഥാർത്ഥത്തിൽ എത്തിക്സ് പേപ്പറിൽ കേസ് സ്റ്റഡീസ് ആയിട്ട് വന്നിട്ടുള്ളത്. കറപ്ഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, ചാലഞ്ചസ് റിഗാർഡിംഗ് കറപ്ഷൻ. അപ്പോൾ വെൻ യു ബിക്കം എൻ ഓഫീസർ, ദ കൈൻഡ് ഓഫ് ചേഞ്ച് ദാറ്റ് യു വിൽ ബ്രിങ് ഇൻ ടു ദ സിസ്റ്റം, ദാറ്റ് UPSC വുഡ് വാണ്ട് ടു നോ. അതുകൊണ്ടാണ് UPSC ഒരു സിലബസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് 1000 മാർക്കിന്റെ ജനറൽ സ്റ്റഡീസ് പേപ്പറിന്റെ സിലബസ്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പ്രിലിംസിനെ പറ്റിയും ഇന്റർവ്യൂവിനെ പറ്റിയും കൂടുതൽ പറയാൻ പോകുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇന്റർവ്യൂവിനെ പറ്റി കുറച്ച് വാക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇന്റർവ്യൂ ആണ് ഏറ്റവും കൂടുതൽ മിത്സ് ഉള്ളത്. ഏറ്റവും കൂടുതൽ മിത്സ് ഇന്റർവ്യൂവിനെ പറ്റിയിട്ടാണുള്ളത്. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പോഴും എല്ലാവരുടെ ഇടയിൽ ഒരു സംസാരമാണ്, IASന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ചോദ്യമാണ് കയറി വരുമ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളത്. സത്യം പറഞ്ഞാൽ UPSC ഇന്റർവ്യൂ ബോർഡ് ഷാജഹാനാബാദിലുള്ള ദോലപ്പൂരിലുള്ള ഇന്റർവ്യൂ ബോർഡിന് ഗ്രൗണ്ട് ഫ്ലോറേ ഉള്ളൂ, അതിന് സ്റ്റെപ്പ് ഇല്ല, കയറാൻ സ്റ്റെപ്പില്ല. എന്നിട്ട് ആൾക്കാരിങ്ങനെ സംസാരിക്കാണ് കയറി വരുമ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു IASന്റെ ഇന്റർവ്യൂവിന്റെ ചോദ്യമാണെന്നുള്ളത്. പക്ഷെ ഇന്റർവ്യൂവിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ 275 മാർക്കിനാണ് ഇന്റർവ്യൂവിനെ ലൈറ്റ് ആയിട്ട് പറയല്ല. പക്ഷെ ഇന്റർവ്യൂ ഇസ് ജസ്റ്റ് യുവർ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇൻഫാക്ട് ദേ കോൾ ദാറ്റ് ആസ് യുവർ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അവിടെ നിങ്ങളെ അങ്ങോട്ട് മലമറിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് ഇടങ്ങാറാക്കുക എന്നല്ല അവരുടെ ലക്ഷ്യം. ഒരുപാട് ഫോക്കസ് ഈസ് ഓൺ ദ ഇന്റർവ്യൂ. അതായത് അവിടെ വെള്ളപ്പൊക്കം ഉണ്ട്, ഇവിടെ തന്നെ മുണ്ട് മടക്കണം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ആളുകൾ ഇന്റർവ്യൂവിനെ പറ്റി കാണുന്നത്. ആൻഡ് ദാറ്റ്സ് നോട്ട് ഫെയർ. കാരണം ഒരാൾ നല്ല രീതിയിൽ മെയിൻസിന് വേണ്ടി, റിട്ടേൺ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ആ ആള് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർഡ് ആണ്, ആ ആള് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർഡ് ആണ്. അല്ലാണ്ട് പ്രിലിംസ് പാസ്സായിട്ട് പിന്നെ മെയിൻസ് എഴുതുക എന്നുള്ള രീതിയിലല്ല. ആദ്യം മെയിൻ റിട്ടേണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, റൈറ്റിംഗ് റെഡിയാക്കണം. അങ്ങനെ ആ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പർ ഒക്കെ റെഡി ആയതിനു ശേഷം ഇതേ GS പേപ്പർ തന്നെയാണ് പ്രിലിംസിനുള്ളത്. അതിൽ ടോപ്പിക്സ് കുറവാണ്, പ്രിലിംസ് അത്രയും ടോപ്പിക്സ് ഇല്ല. അന്ന് പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് എഴുതുക എന്നുള്ളതല്ല വേണ്ട, മെയിൻസിന് പ്രിപ്പയർ ചെയ്തിട്ട് പ്രിലിംസ് എഴുതുക. ദാറ്റ്സ് എ റൈറ്റ് സ്ട്രാറ്റജി ഫോർ പ്രിപ്പറേഷൻ. അപ്പോൾ ഇന്റർവ്യൂവിന് DP അഗർവാൾ സാറ് കഴിഞ്ഞ 2-3 വർഷം മുമ്പ് UPSC ചെയർമാൻ DP അഗർവാൾ സാർ ഒരു പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാള് ഈ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം നമ്മൾ മെയിൻസ് എഴുതുമ്പോൾ. ആ ഡാഫ് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലെത്തും. അപ്പൊ അതിലൊരു കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു, ഇഷ്ടവിനോദം എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ സഞ്ചരിക്കലാണെന്നുള്ളത്. അപ്പോൾ ആ കുട്ടിനോട് ചോദിച്ചു, വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ മദേഴ്സ് വില്ലേജ്? അപ്പൊ ആ കുട്ടിക്ക് പറയാൻ പറ്റിയില്ല. അപ്പൊ സ്വന്തം അമ്മയുടെ ഗ്രാമത്തിന് പേര് പോലും അറിയാത്ത ഒരാള് ഹോബിയായിട്ട് ഗ്രാമങ്ങൾ സഞ്ചരിക്കുക എന്ന് എഴുതുന്നത് ദാറ്റ്സ് ഡിസെപ്ഷൻ. അതുപോലെ ഡിസീവ് ചെയ്യാണ്ട് അവരോട് നിൽക്കുക, ബി ട്രൂത്ത്ഫുൾ, ബി ഫെയർ, അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ആ 275 മാർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ല അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. കാരണം ഇന്റർവ്യൂവിന് നിങ്ങൾക്കൊരു ട്രാൻസ്ലേറ്ററിന് വെക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. ഭാഷ ചെക്ക് ചെയ്യലെന്നല്ല അവരെ ലക്ഷ്യം. Let us go to test whether you are deceiving or not, whether you are honest or not. That's it. പിന്നെ പ്രിലിംസിൽ അടങ്ങിയ ഒരു വേറൊരു ഏരിയയാണ് പ്രിലിംസ് എക്സാമിൽ. ഞാൻ പ്രിലിംസിലേക്ക് വരികയാണ്, CSAT. ജനറൽ സ്റ്റഡീസിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ സ്റ്റഡീസ് ടോപ്പിക്സ് അല്ലാണ്ട് വേറെ ടോപ്പിക്കും ഏറെ പ്രിലിംസിലില്ല, പ്രിലിംസിന്റെ GS പേപ്പറിലില്ല. സിവിൽ സർവീസ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. Now this is an അഭിരുചി ടെസ്റ്റ്. ആപ്റ്റ്യൂഡ് എന്ന അഭിരുചിയാണ്. അതിലുള്ള ആഡ് ചെയ്ത ചില ടോപ്പിക്സ് ലൈക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ. രാജീവ് ഗാന്ധിന്റെ സമയത്ത് ആഡ് ചെയ്തൊരു ടോപ്പിക്കാണ്. പക്ഷേ സിലബസ് ആയിട്ട് രാജീവ് ഗാന്ധി സമയത്ത് കൊടുത്ത റിപ്പോർട്ടിന്റെ ബേസ് ആയിട്ട് വന്ന ഒരു ടോപ്പിക്കാണ്. അതായത് മുത്തയ്യ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലുള്ള ഒരുപാട് ഓഫീസേഴ്സ് അവരൊക്കെ എഫിഷ്യന്റ് ആണ്, പക്ഷെ അവർ എഫക്റ്റീവ് അല്ല, കാര്യക്ഷമതയുണ്ട്, കാര്യപ്രാപ്തിയില്ല. ഓൺ ആൻ ആവറേജ് 70 ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഫ്രം ഡിഫറെന്റ് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഓഫീസർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ഇടപഴകാനും ഉള്ള ഒരു അഭിരുചി ഒരു ഓഫീസറിന് വേണം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിൽ ഈ ഒരു പേപ്പർ ഇൻക്ലൂഡ് ചെയ്യണം. Now look at interpersonal skills including communication. അതുപോലും ഒരു പ്രത്യേക ബുക്ക് നോക്കി വായിക്കേണ്ട കാര്യമൊന്നുമല്ല. Your observation is your university. So whatever you observe around, the problems around you, that itself is actually motivating you into answering these questions. There are areas like decision making and problem solving. CSAT. അതും ഒരു 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 തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചിട്ടുള്ള കാര്യമല്ല, ദൈനംദിന ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾ മുന്നിലിട്ട് വരും. എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഈ രാജ്യത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യ ഈസ് എ നേഷൻ ഓഫ് വില്ലേജസ്. ഗ്രാമങ്ങളുടെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കുക, ഒരുപാട് ബുക്ക് റെഫർ ചെയ്യുക, അങ്ങനത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് UPSC ഒരു പരീക്ഷ നടത്തൂല. UPSC പരീക്ഷ ഇന്ത്യയിലെ എല്ലാ സാധാരണക്കാർക്കും നടത്തുന്ന എക്സാമാണ്. Now we should understand this UPSC. We should understand the syllabus. We should understand
the question papers, the sample questions. അതായിരിക്കണം ഒരു ആസ്പിറന്റിന്റെ ലോകം. അതല്ലെങ്കിൽ യു വിൽ ഗെറ്റ് മിസ്ഗൈഡഡ്. കാരണം സിവിൽ സർവീസിനേക്കാളും കൂടുതൽ മിത്സ് ഉള്ള, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളുള്ള ഒരു എക്സാം ഇന്ത്യയിലല്ല ലോകത്തിന് വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളോട് ജസ്റ്റിസ് കാണിക്കണം. ഇഫ് യു ഹാവ് ചോസൻ യുവർ സെൽഫ് ആസ് എൻ ആസ്പിറന്റ് ഫോർ ദിസ് എക്സാം, ദ ജസ്റ്റിസ് ദാറ്റ് യു നീഡ് ടു ഡു ടു യുവർ സെൽഫ് ഈസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സാം from the mouth of UPSC, from the syllabus, from the question papers. That justice you should do to yourself. Otherwise, that is not justice, that's not fair, that is not the quality of a good aspirant that you will become in future. നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതിനൊരു പരിഹാരമായിട്ട് നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് യു ഡോണ്ട് ജസ്റ്റ് ടോക്ക് അബൌട്ട് ഓൾ ദീസ് ഇഷ്യൂസ്, യു ഡോണ്ട് ജസ്റ്റ് ലിസൺ ടു ദ ന്യൂസ് അവർ ഡിസ്കഷൻസ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ചർച്ച ചെയ്യാണ്ട് യു ഡിസൈഡ് ദാറ്റ് യു വിൽ ഗെറ്റ് ഇൻസൈഡ് ദ സിസ്റ്റം ടു മേക്ക് എ ചേഞ്ച്. ഫോർ ദാറ്റ് യു പ്രിപ്പയർ ഫോർ എൻ എക്സാം ഓഫ് ദിസ് സോർട്ട്. അങ്ങനത്തെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഷുഡ് ബി വെൽ എക്യുപ്ഡ്. ആൻഡ് ടു മേക്ക് യു എക്യുപ്ഡ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് അറൌണ്ട് യു. Try to understand and discover and rediscover why you have chosen yourself into civil service. That's more important. ഈ എങ്ങനെ പഠിക്കുക, എന്ത് പഠിക്കുക എന്നൊക്കെയുള്ളത് ഇറ്റ്സ് അനദർ തിങ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളെ ചൂസ് ചെയ്യുന്നുള്ളതിന്റെ ആ റീസൺ, that should be totally convincing. കാരണം നിങ്ങൾക്ക് കൺവിക്ഷൻ ആണ് വേണ്ടത്, അല്ലാണ്ട് റീസൺസ് അല്ല. കാരണങ്ങളല്ല വേണ്ടത്, ബോധ്യങ്ങളാണ് വേണ്ടത്. അതുമായി മുന്നോട്ട് പോകുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു കീപ് യുവർ ഇന്റൻഷൻ പ്യുവർ. നിങ്ങളുടെ നീയത്ത്, നിങ്ങളുടെ ഉദ്ദേശം. ഒരുപാട് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാളെ ഈ അധികാരം നിങ്ങൾ ഉപയോഗിക്കണം. നാളെ you stand in front of your Almighty, that's for sure. That day should be rewarding. For that you should do justice to people around you. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങൾ യുവത്വം നിങ്ങൾ ചെലവഴിക്കുക. And try to make sure that you do your part for nation building by working hard, working smart, rather than hard, working smart for an exam of this sort. And may Almighty